അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏതൊരാളും നല്ല മണം ഇഷ്ടപ്പെടും. കാരണം അതുകൊണ്ട് മാനസികമായി തന്നെ നമുക്കൊരു ഉന്മേഷം വരും. ഹൃദയം അത് ശുദ്ധീകരിക്കപ്പെടാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ദുഷിച്ച മണങ്ങൾ, അതുപോലെ തന്നെ ദുഷിച്ച വാസന തുടങ്ങിയവയൊക്കെ അവയിൽ നിന്നെല്ലാം വൃത്തിയായി എപ്പോഴും നല്ല പരിമളം പരത്തുന്ന സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും വെടുപ്പിലും വൃത്തിയിലുമാണ് ഉണ്ടാവേണ്ടത്. അവൻ്റെ കൂടെ മലക്കുകളുണ്ട്. അവൻ പങ്കെടുക്കുന്ന സദസ്സുകൾ, പള്ളികൾ, ദിക്ർ ഹൽക്കകൾ, അതുപോലുള്ള ഹൈറായ സദസ്സുകളിലൊക്കെ ധാരാളം മലക്കുകൾ വരുമ്പോൾ അവരും ഈ സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നല്ല മണം ഉള്ളവരടുത്ത് മലായികത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാവുമല്ലോ. അപ്പം അതെല്ലാം എനിക്ക് ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടെ എപ്പോഴും നല്ല സുഗന്ധം പരത്തുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർക്ക് പ്രയാസം വരാത്ത രൂപത്തിലുള്ള അത്തറുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അത്തർ ഉപയോഗിക്കാറുണ്ടായിരുന്നു, അവിടത്തേക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ധാരാളം ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. മൻ ഉരിദ അലൈഹി റൈഹാനുൻ ഫലാ യറുദ്ദുഹു. ആർക്കെങ്കിലും ഒരാൾ ഹദിയായി, സദഖയായി, ദാനമായി റൈഹാൻ, റോസാപ്പൂ, അതല്ലെങ്കിൽ അതുപോലുള്ള നല്ല സുഗന്ധം പരത്തുന്ന ചെടികളോ അതുപോലെ തന്നെ അത്തറ് പോലുള്ള വസ്തുക്കളോ ഒക്കെ ഒരാൾക്ക് സമ്മാനമായി നൽകിയാൽ ഫലാ യറുദ്ദുഹു, ഒരിക്കലും അത് വേണ്ട എന്ന് പറഞ്ഞ് അത് വാങ്ങാതിരിക്കരുത്, മടക്കി വിടാൻ പാടില്ല. അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. അതിലൊരിക്കലും ഒരു മിന്നത്ത് വരാനില്ല. ഞാൻ കൊടുത്ത അത്തറും പുരട്ടിയാൻ അവൻ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് മുമ്പിൽ ഇയാൾ വഷളാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. അതിൻ്റെ പുറമെ അത് വഹിച്ചു കൊണ്ടുപോവുക, അത് അത് കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊരിക്കലും മടക്കരുത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം നല്ല സുഗന്ധമുള്ള അത്തറുകൾ, നജിസില്ലാത്ത രൂപത്തിലുള്ള അത്തറുകൾ, അത് എല്ലാ സമയത്തും പ്രത്യേകിച്ച് ജുമാ ജമാഅത്തുകളിലേക്കൊക്കെ പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ചും അവ ഉപയോഗിക്കൽ സുന്നത്താണ്. നല്ല സുഗന്ധം പരത്തുന്ന, നല്ല വാസനയുള്ള അത്തറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് സ്വന്തം മനുഷ്യ ശരീരത്തിനും മനസ്സിനും മറ്റുള്ളവർക്കൊക്കെ അതുകൊണ്ട് വലിയ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി വൃത്തിയിലും വെടിപ്പിലും സന്തോഷത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അവൻ്റെ കാരുണ്യം കൊണ്ട് രോഗങ്ങളൊക്കെ ശിഫയാക്കി ആഫിയത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.